ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ധനികനായ മനുഷ്യൻ എന്നാണ്. ഈശോയുടെ മുമ്പിൽ ധനികനായ ഒരു മനുഷ്യൻ വന്ന് ഒരു ചോദ്യം ചോദിക്കുന്നതും അതുപോലെ ഈശോ അവന് മറുപടി നൽകുന്നതുമൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. ഈ അധികാരി വന്നിട്ട് അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഒരു അധികാരിയെക്കുറിച്ചാണ്. അവൻ ഏത് തരത്തിലുള്ള അധികാരിയാണെന്നൊന്നും സുവിശേഷകൻ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷെ എന്തിൻ്റെയൊക്കെയോ അധികാരിയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ അധികാരി വന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈശോയെ അവൻ അഭിസംബോധന ചെയ്യുന്നത് നല്ലവനായ ഗുരു എന്നാണ്. അപ്പോൾ ഈശോ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ നല്ലവനായ ഗുരു എന്ന് വിളിക്കുന്നത്? ദൈവം മാത്രമാണ് നല്ലവൻ എന്നാണ് ഈശോ പറയുക. നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ദൈവം എപ്പോഴും നന്മ മാത്രം ചെയ്യുന്നവനും നന്മ ആഗ്രഹിക്കുന്നവനുമാണ്. ഈശോയും അതുതന്നെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ ആ അധികാരിയുടെ ചോദ്യത്തിന് മറുപടിയായി ഈശോ പറയുന്നുണ്ട്, കൽപ്പനകളെല്ലാം പാലിക്കുക. അപ്പോൾ കൽപ്പനകൾ ഏതൊക്കെയാണെന്നും കൂടി ഈശോ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നമുക്കറിയാം 10 കൽപ്പനകളിൽ ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെയും ബാക്കിയുള്ള 7 കൽപ്പനകൾ ദൈവവും മനുഷ്യനും അവൻ്റെ അയൽക്കാരും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ 2ാമത്തെ ഭാഗമാണ് ഈശോ ഈ അധികാരിക്ക് നൽകുന്നത്. ഈ ഒരു ഈശോയുടെ മറുപടി കേട്ട് ഒരുപക്ഷെ അവൻ വളരെ സന്തോഷിച്ചിട്ടുണ്ടാവാം. കാരണം അവൻ പറയുന്നത്, ചെറുപ്പം മുതലേ ഞാനിതെല്ലാം അനുസരിക്കുന്നുണ്ട്, വചനം കൽപ്പനകളെല്ലാം പാലിച്ച് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഈ അധികാരി പറയുന്നത്. ഒരുപക്ഷെ അവൻ മനസ്സിൽ സന്തോഷിച്ചിട്ടുണ്ടാവാം, എനിക്ക് നിത്യജീവൻ ലഭിക്കുമല്ലോ എന്ന്. എന്നാൽ ഈശോ അവനോട് മറ്റൊരു കാര്യം പറയുമ്പോൾ അവന് വളരെ വിഷമം ഉണ്ടാകുന്നു. ഈശോ അവനോട് പറയുന്നത്, നിനക്കൊരു കുറവ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ കുറവ് എന്താണെന്ന് ഈശോ പറയുന്നുണ്ട്. നിനക്ക് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നീട് വന്ന് എന്നെ അനുഗമിക്കുക എന്നാണ് ഈശോ അവനോട് പറയുന്നത്. എന്നാൽ ഈ ഈശോയുടെ വചനം കേട്ട് അവൻ വളരെ വിഷമത്തോടു കൂടിയാണ് നിൽക്കുക. കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു മനുഷ്യൻ്റെ കുറവ് ധാരാളം സമ്പത്ത് ആയിരുന്നു ഈശോയെ അനുഗമിക്കാനായിട്ട് അവന് എതിര് നിന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളുണ്ട്. ആ കുറവുകളെല്ലാം നമ്മൾ കണ്ടെത്തേണ്ടത് ഈ നോമ്പ് കാലത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള പല ആഗ്രഹങ്ങളും ഉണ്ടാവാം. ധാരാളം പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരണം, സമൂഹത്തിൽ ഒരു നിലയും വിലയുമുള്ള ഒരു മനുഷ്യനാവണം, അല്ലെങ്കിൽ എനിക്കധികം സമ്പത്തുണ്ടാവണം, അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെയെല്ലാം താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവമായിരിക്കാം. അതുമല്ലെങ്കിൽ ജഡികമായിട്ടുള്ള ആസക്തികളെല്ലാം നയിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന പലതരത്തിലുള്ള കുറവുകളാണ്. അപ്പോൾ ഈശോ നമ്മളോട് പറയുന്നത് ഈ കുറവുകളെല്ലാം മാറ്റി അവനെ അനുഗമിക്കണമെന്നാണ്. ഈ കുറവുകളെല്ലാം നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കാം എന്നുകൂടി ഈശോ പറയുന്നുണ്ട്. കാരണം ഈശോയാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയെല്ലാം നിറവുകളാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈശോയിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവനെ അനുഗമിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവുകളെല്ലാം മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ
അതിനുവേണ്ട അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.